ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് സ്റ്റോറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഡിപ്ലോമാറ്റ് എന്ന പുതിയ ഹിന്ദി ചിത്രത്തിലേക്കാണ്. ജോൺ എബ്രഹാം നായകനെ എത്തിക്കുന്ന ചിത്രം ഇന്നാണ് തിയേറ്ററിൽ റിലീസായത്. ജോൺ എബ്രഹാമിനോടൊപ്പം രേവതി, കുമിത് മിശ്ര, സാദിയ ഖദീബ് തുടങ്ങിയവരും പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിൽ വരുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ ഒരു വണ്ണയിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ എംബസി, അവിടെ ഒരു ദിവസം ആകസ്മികമായി എത്തപ്പെടുന്ന ഒരു പെൺകുട്ടി, അവൾ കരഞ്ഞുകൊണ്ട് അവിടുത്തെ ഓഫീസറിനടുത്ത് എന്നെ രക്ഷിക്കണം, എനിക്കിവിടെ അഭയം തരണമെന്ന് പറയുന്നു. അങ്ങനെ ഓഫീസർ എംബസിയിൽ ആ പെൺകുട്ടിക്ക് അഭയം കൊടുക്കുന്നു. പിന്നീട് നടക്കുന്ന ഡിപ്ലോമാറ്റിക് നെഗോഷിയേഷൻസും, എങ്ങനെ ആ പെൺകുട്ടി തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നു, എങ്ങനെ ആ പെൺകുട്ടി പാകിസ്ഥാനിൽ എത്തപ്പെടുന്നത്, ഇതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥയും ഇതിവൃത്തമല്ല. ഇതിൽ JP എന്ന് പറയുന്ന അവിടുത്തെ ഡിപ്ലോമാറ്റ് ഓഫീസറുടെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് ജോൺ എബ്രഹാമാണ്. സാദിയ ഖദീബാണ്. ഉസ്മ അഹമ്മദ് എന്ന പെൺകുട്ടിയുടെ റോൾ പ്ലേ ചെയ്തിരിക്കുന്നത് രേവതിയാണ്. സുഷമ സ്വരാജിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നത്. ഇത് ശരിക്കും നടന്നൊരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഇനി ഇവരുടെ എല്ലാം പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസാണ് എല്ലാവരും കാഴ്ചവെക്കുന്നത്. കുമിത് മിശ്ര ആയാലും സാദിയ ഖദീബ് ആയാലും ജോൺ എബ്രഹാം ആയാലും വളരെ സ്ക്രിപ്റ്റിനോട് നീതി പുലർത്തുന്ന ഒരു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല സബ്റ്റിൽ പെർഫോമൻസ് എല്ലാവരും കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ റൈറ്റിംഗ് ചെയ്തിരിക്കുന്ന ഹൃദേശാണ് D-Day, എയർലിഫ്റ്റ്, ഉദ്ധം സിംഗ് തുടങ്ങിയ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കഥയെ ഹ്യൂമൻ എലമെൻസുമായിട്ട് കണക്ട് ചെയ്തുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈൽ കീപ്പ് ചെയ്യുന്ന ആളാണ് ഹൃദേശ. അദ്ദേഹത്തിൻ്റെ മുന്നേ ഉള്ള റൈറ്റിംഗ് വർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്റ്റൈൽ ഇതിലും അദ്ദേഹം കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ക്രിപ്റ്റിന് വെളിയിൽ അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനേക്കാളും മുകളിൽ ഹീറോയ്ക്ക് എലമെൻറ്റ്സ് ഒന്നും തന്നെയില്ല. സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹീറോ. അതിപ്പോൾ ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന നിലയിൽ എല്ലാവരുടെയും പെർഫോമൻസിന് വളരെ സബ്റ്റിലായിട്ട് നിർത്തിയിട്ടുണ്ട്. ജോൺ എബ്രഹാം വലിയ ഹങ്ക് മസിൽ ബോഡിയൊക്കെ വെച്ച് ആവശ്യമില്ലാത്ത പാട്രിയോട്ടിക് എലമെൻറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാധനമല്ല. വളരെ സോഫ്റ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പോകുന്ന ഒരു പ്രസൻറ്റേഷനാണ് ഈ പടത്തിൽ ഉള്ളത്. ഇച്ചിരി ലാഗ് ഇടയ്ക്ക് ഫീൽ ചെയ്യുമെങ്കിലും നമുക്കതങ്ങനെ ഒരു ലാഗായിട്ട് പറയാൻ സാധിക്കില്ല. കാരണം അത് ഈ കഥ പറച്ചിലിൻ്റെ ഒരു സിറ്റുവേഷണൽ ലാഗാണത്, അല്ലാണ്ട് ലാഗ് അൺവാണ്ടഡ്ലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതിൻ്റെ സൗണ്ട് എൻജിനീയറിങ് പെർഫെക്റ്റ് ആണ്. ഒരു 2-3 സീക്വൻസുകളിൽ വരുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന സൗണ്ട് എഫക്ട്സ് അടിപൊളിയാണ്. അത് വാച്ച് ഔട്ട് ഫോർ ദാറ്റ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ സിനിമ കാണാം. വീക്കെൻഡിന് കാണാൻ പറ്റിയ സിനിമയാണ് ഡിപ്ലോമാറ്റ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.